നിങ്ങൾക്ക് കണ്ടെത്താനാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് നിങ്ങളുടെ വീട്ടിനകത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾക്ക് തിരഞ്ഞു കണ്ടുപിടിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാ ദിവസവും അല്പസമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗവും കുറയും, അസ്വാസ്ഥ്യങ്ങളും വ്യാകുല വിചാരങ്ങളും എല്ലാം കുറയും. അപ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. കുഞ്ഞിൻ്റെ പ്രസൻസ് അതൊരു തെറാപ്പിയാണ്. മേ ബി ദ ബെസ്റ്റ് തെറാപ്പി പോസിബിൾ. ടൈം വിത്ത് കിഡ്സ്. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതരായ സ്നേഹമുള്ള കുഞ്ഞുങ്ങളൊക്കെ തൊട്ടടുത്തുണ്ടാവുമല്ലോ, അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കുക. പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ പിരിമുറുക്കത്താൽ പിരിയിളകി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ വീണ്ടും ജീവിതത്തിൻ്റെ ഊഷ്മളതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക ഭാവങ്ങൾക്ക് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്ന ഏറ്റവും പ്രചോദനാത്മക ഗ്രന്ഥത്തിൻ്റെ പേരാണ് കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പേജും മറിച്ച് ഓരോരോ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറയും, വിഡ്ഢിത്തം കാട്ടാതിരിക്കുക. കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കാനല്ല, കുഞ്ഞിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ് കുഞ്ഞെന്ന പാഠപുസ്തകം ഞാൻ അയച്ചു തന്നത്. ആ പാഠപുസ്തകം എന്താ തുറക്കുക. ആ കുഞ്ഞെന്ന പാഠപുസ്തകം തുറന്ന് ഓരോ താളിലും എഴുതിയിരിക്കുന്ന ഓരോരോ പാഠങ്ങൾ പഠിച്ചെടുക്കുക. ജീവിതം നന്നാവും. കർത്താവ് പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ഒരു സൂഫി സന്യാസി ഈശോയെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റൊരു സന്യാസിയോട് ചോദിച്ചു, ഈശോ അങ്ങനെ പറഞ്ഞല്ലോ, സ്വർഗത്തിലേക്ക് പോകുന്നത് കുഞ്ഞുങ്ങളാണെന്ന്, അതിൻ്റെ പൊരുളെന്താണ്? അപ്പോൾ മറ്റേ സന്യാസി വ്യക്തമാക്കി കൊടുത്തു, കുഞ്ഞുങ്ങൾ അങ്ങകലെയുള്ള സ്വർഗം കാത്തിരിക്കുന്നവരോടൊപ്പം തന്നെ ഇവിടെ സ്വർഗം തീർക്കുന്നുണ്ട്. ദ ചിൽഡ്രൻ ക്രിയേറ്റ് ഹെവൻ ഹിയർ ആൻഡ് നൗ. ഇവിടെ അവർ സ്വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെല്ലുന്നിടത്തൊക്കെ സ്വർഗം ഉണ്ടാക്കുന്നവരുടെ പേരാണ് കുഞ്ഞുങ്ങൾ. ഇനിയിപ്പോഴും ആ ശിശു സഹജമായ നിഷ്കളങ്കത വിട്ടുമാറാത്തവർ എവിടെ പോയാലും സ്വർഗം ഉണ്ടാവും. കൂടുതൽ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ആൾക്ക് മൂഡ് ഓഫും സങ്കടവും വെറുപ്പും വിദ്വേഷമാണെങ്കിൽ അതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ട ചങ്ങാതി, അകത്തെ കുഞ്ഞ് അകാല വാർദ്ധക്യം ബാധിച്ച് മരിച്ചു എന്നാണ്. ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കിപ്പോൾ ശിശു സഹജമായ പാപങ്ങളൊന്നും ഇല്ലെന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചില ആളുകൾ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും ആരുടെ അടുത്തേക്ക് വന്നാലും എല്ലാവർക്കും ഒരു ഹാപ്പിനെസ്സാണ്. അങ്ങനെയും മാറാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതല്ലേ? അത്ര വളരാൻ എത്ര ചെറുതാകണം? അപ്പോൾ ചെറുതാകുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുന്നതല്ലാണ്. ഈ കുട്ടിക്കാലം മുതൽ വലുതാകണം എന്നുള്ള പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഒരുപാട് വലുതാകുന്നത്? നിങ്ങളിനി ചെറുതാകുന്നതിനെ കുറിച്ച് പഠിച്ചു നോക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്ന് പാഠം നമുക്ക് ഉൾക്കൊള്ളാം. ആദ്യത്തെ താളം മറിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പാഠം നിങ്ങൾ കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങളെപ്പോലെ വിശ്വസിക്കുന്നവർ വേറെ ആരുമില്ല. നിങ്ങളുടെ പണ്ടത്തെ കാലം ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്തുമാത്രം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. കാരണം നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ദൈവമാണെല്ലാം. ഇന്ന് നിങ്ങൾക്ക് എല്ലാമായിട്ട് പലതുമുണ്ട്. നിങ്ങളുടെ ബുദ്ധിയൊക്കെ നിങ്ങൾ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ പോലെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നാസ്തികനായ നിരീശ്വരവാദിയായ ഒരാൾ മതിലിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഗാഡ് ഈസ് നോവെയർ. ദൈവം എങ്ങുമില്ല. കുഞ്ഞ് അക്ഷരം കൂട്ടിവായിക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുഞ്ഞടുത്തേക്ക് വന്നു, എന്നിട്ട് ഇങ്ങനെ വായിച്ചെടുത്തു, ഗാഡ് ഈസ് നൗ ഹിയർ. ഗാഡ് ഈസ് നോവെയർ എന്നെഴുതിയത് കുഞ്ഞിൻ്റെ ദൃഷ്ടിയിൽ ഗാഡ് ഈസ് നൗ ഹിയർ. ദൈവം എങ്ങുമില്ല. കുഞ്ഞ് വായിച്ചത് ദൈവം ഇവിടെയുണ്ട്, ഇപ്പോൾ ഇവിടെയുണ്ട്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ നാട്ടുവഴികളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. പണ്ട് കുർബാന കാണുമ്പോൾ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവും ഈശോയെ സ്നേഹിച്ചതുകൊണ്ട്. വാവായി യേശുനാഥ് എന്നൊക്കെ പാടിയപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ടാവും. ഇപ്പോൾ ആ കുഞ്ഞില്ലാത്തതുകൊണ്ട് ഒന്നിനും ഒരാനന്ദ അവസ്ഥകളില്ല. ഒരിടത്തും യഥാർത്ഥ ഹാപ്പിനെസ് കിട്ടുന്നില്ല. ഇനി ഹാപ്പിനെസ് തന്നെ, ഹാപ്പ് എന്ന പദം ആക്സിഡൻ്റലായിട്ട് വന്നു ചേരുന്നതിനെ സൂചിപ്പിക്കാനാണ്. അതായത് ദാ വന്ന് ദേ പോയി, അതാണ് നമ്മുടെ ഹാപ്പിനെസ്.
പക്ഷേ കുഞ്ഞുങ്ങൾക്കുള്ള ആനന്ദാവസ്ഥകളോ അതൊരിക്കലും മാറാത്തതാണ്. എവിടെ ചെന്നാലും ഒരു കരച്ചിലിനൊടുവിൽ അവർ പുഞ്ചിരിക്കുന്നുണ്ട്. ഒരു ദുഃഖത്തിൻ വെയിൽ ആറുമൻ മനസ്സിൽ നിന്ന് ഒരു പൂ വിരിയുന്നു പേരിടാൻ അറിയില്ല. കവിത കുറിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ആ പൂവിരിയൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ദുഃഖമൊക്കെ ഉണ്ടാകാം, പക്ഷെ അപ്പോഴാണ് അവർ പുഞ്ചിരിക്കുന്നുണ്ട്. അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്. ദൈവം എപ്പോഴും താങ്ങും എന്നുള്ള വിശ്വാസം. വികാരിയച്ഛൻ എല്ലാവരും വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. അടുത്ത ഞായറാഴ്ച എല്ലാവരും വിശാലമായ ഗ്രൗണ്ടിൽ വരണം. മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. മഴ പെയ്യും. അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു, മഴ പെയ്യും, എല്ലാവരും വരണം പ്രാർത്ഥിക്കാൻ വേണ്ടി. എല്ലാവരും ഗ്രൗണ്ടിലേക്ക് നിശ്ചിത സമയത്തെത്തി. ഒരു കുഞ്ഞ് മാത്രം കുടയും കൊണ്ടുവന്നു. ആ കുഞ്ഞിന് മാത്രമേ വിശ്വാസമുള്ളൂ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമെന്ന്. ആ കുടയും ഏന്തി നിൽക്കുന്ന കുഞ്ഞിൻ്റെ മാലാഖ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കുക. സ്വർഗത്തിലേക്കുള്ള നീളുന്ന വഴികൾ നിങ്ങൾക്കവിടെ കണ്ടെത്താൻ പറ്റും. ഇതുപോലെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് ആലോചിച്ച് നോക്കുക. ഒരു കെട്ടിടത്തിന് തീ പിടിച്ചു. ഓരോരുത്തരായിട്ട് സേഫ്റ്റി വർക്കേഴ്സ് രക്ഷിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മാത്രം ഏറ്റവും മുകളിലത്തെ നിലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ചുറ്റിലും ഇരുട്ടാണ്, ചുറ്റിലും വല്ലാത്ത അവസ്ഥകളാണ്. ഈ തീ കത്തിക്കാറുന്നുണ്ടെങ്കിലും കുഞ്ഞ് ഇരുട്ട് ലോകത്തെന്ന മട്ടിലാണ്. കുഞ്ഞിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. താഴേക്ക് ചാടുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ചാടാൻ പറ്റുന്നില്ല. അവസാനം ജോലിക്ക് പോയിരുന്ന അപ്പൻ പാഞ്ഞ് സ്ഥലത്തെത്തി. അയാൾ എത്തിയ പാടുതന്നെ പറഞ്ഞു, മോനെ ഇത് ഞാനാണ് നിൻ്റെ അപ്പൻ, ചാടിക്കോ. കുഞ്ഞിനെ കാണാൻ വയ്യ അപ്പനെ, പക്ഷേ അപ്പൻ്റെ സ്വരം കുഞ്ഞിന് തിരിച്ചറിയാം. ചാടി സേഫായിട്ട് സേഫ്റ്റി നെറ്റിലേക്ക് കുഞ്ഞ് വന്ന് വീണു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സോരൻ കിർക്കെഗാഡ് എന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഫെയ്ത്ത് ഈസ് എ ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ്. ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഓൺലി എ ചൈൽഡ് ക്യാൻ ഡു ദാറ്റ്. കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ചാടെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടുമായിരുന്നു. കാരണം നമുക്കറിയാം അപ്പൻ്റെ കയ്യിലേക്കാണ് ചാടുന്നതെന്ന്. ഈ കുഞ്ഞുങ്ങളെ അപ്പന്മാരും അമ്മമാരൊക്കെ എടുത്ത് എറിയുന്നത് കണ്ടിട്ടില്ലേ? അതൊരു കളിയാണ്. കുഞ്ഞിനിങ്ങനെ എടുത്തു എറിയുമ്പോൾ കുഞ്ഞുങ്ങൾ കൈകൊട്ടിച്ചിരിക്കുകയാണ്. അവർക്ക് പേടിയില്ല. കാരണം സേഫായിട്ട് അപ്പൻ്റെ കയ്യിലേക്ക് വീണ്ടും വന്ന് വീഴും, വീണ്ടും എടുത്തെറിയും, വീണ്ടും വന്ന് വീഴും. ആൻഡ് ദേ വെർ ക്വൈറ്റ് ഷുവർ ദാറ്റ് ദേ വെർ സേഫ് ഇൻ ഹിസ് ഹാൻഡ്സ്. ആ ഷുവർട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ നിന്നും വിശ്വാസത്തിൻ്റെ പാഠങ്ങളൊക്കെ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ച് നോക്കുക. രണ്ടാമത്തെ താളിൽ നിങ്ങൾ മറിച്ച് നോക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പാഠമാണ്. ഒരു കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, മമ്മ അടുത്ത വീട്ടിലെ ആൻറ്റി എന്താണിപ്പോൾ ഒന്നും മിണ്ടാത്തത്, ചിരിക്കുന്നില്ല? പണ്ട് പാടുമായിരുന്നു, പാട്ടൊന്നുമില്ല, പുഞ്ചിരിക്കുന്ന പോലുമില്ല, എന്തു പറ്റി? അപ്പം മമ്മി മറുപടി പറഞ്ഞു, മോളെ യു ഡോണ്ട് നോ, ഹർ സൺ ഡൈഡ്. അവരുടെ മകൻ ആക്സിഡൻറ്റ് മരിച്ചുപോയി. ആൻഡ് ഷീ ഈസ് ഹാർട്ട് ബ്രോക്കൺ. അവരുടെ ഹൃദയം മുറിഞ്ഞു പോയി മോളെ. മകനല്ലേ മരിച്ചു പോയത്. കുഞ്ഞതെല്ലാം കേട്ടു, എന്തൊക്കെ ആലോചിച്ചു. പിറ്റേ ദിവസം നാണത്തോടുകൂടി എന്തോ ഒന്നിങ്ങനെ പിന്നിൽ മറച്ചു പിടിച്ചുകൊണ്ട് ആൻറ്റിയുടെ വീട്ടുവാതിൽക്ക് വന്ന് മുട്ടി വിളിക്കുകയാണ്. ആൻറ്റി വാതിൽ തുറന്നു. പാട്ടൊഴിഞ്ഞ പാട്ടുപെട്ടി പോലെ സങ്കടപ്പെട്ട് അവരുടെ നേരെ ഒരു ബാൻഡേഡ് നീട്ടിക്കൊണ്ട് പറഞ്ഞു, മമ്മ ടോൾ മീ ദാറ്റ് യു ആർ ഹാർട്ട് ബ്രോക്കൺ, ദിസ് വിൽ ഹെൽപ്പ്. അമ്മ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം മുറിഞ്ഞെന്ന്. ഹൃദയം വെച്ച് കെട്ടാൻ വേണ്ടി ബാൻഡേഡായിട്ട് വന്നിരിക്കുകയാണ്. അവർ പൊട്ടിച്ചിരിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് അവർ ചിരിക്കുന്നത്. പൊട്ടിച്ചിരിക്കൊടുവിൽ അവർ പൊട്ടിക്കരഞ്ഞു. പിന്നെ ഈ കൊച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ദൈവമായിട്ടാണ് നിന്നെ അയച്ചത്. അവരാ ബാൻഡേഡ് ഫ്രെയിം ചെയ്ത് പാർലറിൽ തന്നെ തൂക്കി വെച്ചു. ആരെങ്കിലും വരുമ്പോൾ അവരോടൊക്കെ പറയും, എൻ്റെ ഹൃദയം മുറിഞ്ഞ ഹൃദയം കെട്ടിവെക്കാൻ വേണ്ടി ദൈവം ഒരു മാലാഖയുടെ കയ്യിൽ കൊടുത്തുവിട്ട ബാൻഡേഡാണ് ഇത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുടെ സ്നേഹം ഇതാണ്. പണ്ടത്തെ പുലിയായിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ വീട്ടുകാർ ചുറ്റിലും നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മത്സരിച്ച് അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ പേരക്കുട്ടി, ഇതുവരെ ഒന്നും മിണ്ടാതിരുന്ന പേരക്കുട്ടി ഓടി അയാളുടെ അടുത്തെത്തി. അയാളുടെ മടിയിൽ കയറിയിരുന്നു. വിളറിയ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടെ ഒന്ന് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, പപ്പ ഐ ലവ് യു. ആ മനുഷ്യന് മുഖം കിട്ടുന്ന അപ്പോഴാണ്. അയാൾക്ക് നഷ്ടപ്പെട്ട ആകാശം കിട്ടുന്ന അപ്പോഴാണ്. അയാൾക്ക് നഷ്ടമായി പോയ തൂവലുകളും ചിറകുകളും ഒക്കെ കിട്ടുന്ന അപ്പോഴാണ്. ഒരാൾ അടുത്ത് വന്നൊന്ന് സ്നേഹിക്കുമ്പോൾ പെട്ടെന്ന് അയാളായി മാറുകയാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. അവർ നിബന്ധനകളില്ലാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും.